പ്രവാസികളുടെ മടക്കയാത്രയും കേരള സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള ആശയവിനിമയവും വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണുന്നത്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം, ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന എല്ലാ വിമാനങ്ങളും കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ കൊണ്ടുവരാവൂ എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള കേരള സർക്കാരിൻ്റെ കത്ത്, ആ കത്തിൽ ആദ്യം പറഞ്ഞിരുന്നത് 20-ാം തീയതിക്ക് ശേഷം, അതായത് 21-ാം തീയതി തൊട്ട് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ വിമാനങ്ങൾ കേരളത്തിലേക്ക് വരാവൂ. ഇതാണ് സംസ്ഥാന ഗവൺമെൻറ് നിഷ്കർഷിച്ചിരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു കത്ത് വന്നു. പലരും സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ശ്രീ ഇളങ്കോവൻ, കാരണം ഇത് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ കേരളത്തിലെ നോർക്കയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ഇളങ്കോവൻ പറയുന്നത്, however several organizations have informed that arrangements are being done to get the testing done and requested to extend the time limit by 4 days. Therefore the time limit is extended from 26/2020 to 24/6. എന്ന് പറഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയം കുറച്ചും കൂടി വേണം. ഇത് എത്രമാത്രം വാസ്തവമാണ്, ആരെങ്ങനെ ആവശ്യപ്പെട്ടതൊക്കെ കേരള സർക്കാർ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഇതിനിടയിൽ പല കത്തിടപാടുകളും നടന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ജൂൺ 24-ന് വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു, കേരളത്തിന് പ്രത്യേക നിർദ്ദേശങ്ങൾ, കേരളത്തിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. സഞ്ജയ് ഭട്ടാചാര്യ, ഇന്നലെ ഇവർ പറയുന്നുണ്ടല്ലോ, സഞ്ജയ് ഭട്ടാചാര്യയുടെ കത്ത് 24-ാം തീയതി എഴുതിയ കത്താണ്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിലുള്ള വാചകം ഞാൻ ഇന്നലെ മലയാളത്തിൽ പറഞ്ഞു. മലയാളം മനസ്സിലാകാത്ത ആളുകൾ ആരോ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാം. There are a significant number of Indians, including those domiciled in Kerala, seeking to return from Gulf to India. The VBM flights apply the same norm for all departing passengers, irrespective of the destination in India, based on the facilities available in the particular Gulf country. At this stage, it would not be practical to have different guidelines or norms for different states of India for VBM flights. 24-ാം തീയതിത്തെ കത്താണ്. ഈ 24-ാം തീയതിത്തെ കത്ത് കിട്ടി. അതറിയിച്ചതിന് മറുപടിയായിട്ട് കേരള സർക്കാർ മറുപടി അറിയിച്ചു. എന്താ മറുപടി അറിയിച്ചത്? ഈ പറഞ്ഞ കിറ്റും പിന്നെ കോവിഡ് പരിശോധനയൊന്നുമില്ല, എല്ലാവരും മാസ്ക് ധരിക്കണം, എല്ലാവരും ഫേസ് ഷീൽഡ് ധരിക്കണം. വിദേശകാര്യ മന്ത്രാലയം അതിന് മറുപടി അയച്ചു. ആ കത്താണ് ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ PR തന്നത്. ആ കത്തിൽ പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ എന്താ പ്രായോഗിക സമീപനം? കിറ്റും പിന്നെ കോവിഡ് പരിശോധനയും മുൻകൂട്ടിയുള്ള കോവിഡ് പരിശോധനയും എന്നുള്ള നിങ്ങളുടെ അപ്രായോഗിക സമീപനം മാറ്റിവെച്ചുകൊണ്ട് മാസ്കും ഫേസ് ഷീൽഡുമായിട്ട് വരിക എന്നുള്ള പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ മണ്ടത്തരം പറ്റി എന്ന് ബോധ്യമായതിൽ സന്തോഷം എന്നാണ് പറഞ്ഞത്. അതിനാണ് കോംപ്ലിമെന്റ് ചെയ്തത്. ഇതെങ്ങനെ അഭിനന്ദനാവുന്നത്? ഇപ്പൊ അഭിനന്ദിച്ചു എന്നാണല്ലോ എല്ലാ ഇതിലും വരുന്ന വാർത്ത. ഈ കോംപ്ലിമെന്റും കൺഗ്രാജുലേഷൻ തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ അർത്ഥവ്യത്യാസം അറിയാത്ത ആൾക്കാരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന PR? മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, കോവിഡ് പരിശോധന ഈ കത്തിൽ, ഈ വിദേശകാര്യ സെക്രട്ടറി കത്തിൽ കോവിഡ് പരിശോധനയും PPE കിറ്റിനെയും സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശവും ഇല്ല. കാരണം അതാണല്ലോ കേരള ഗവൺമെന്റ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. അതിന് പകരം കേരള ഗവൺമെന്റ്, അതായത് ഈ കോവിഡ് പരിശോധന നടത്തുന്നത് അപ്രായോഗികമാണെന്ന് പറഞ്ഞതിന് ശേഷം കേരള ഗവൺമെന്റ് അതൊക്കെ ഒഴിവാക്കിയിട്ട് മാസ്കും ഫേസ് ഷീൽഡും ഗ്ലോവ്സും ധരിക്കണം എന്ന് എഴുതിയ കത്തിന് മറുപടിയായിട്ട് ഇക്കാര്യം നിങ്ങൾ വിമാനയാത്രാ കമ്പനികളുമായിട്ട് സംസാരിച്ചോളൂ,
വിദേശ മന്ത്രാലയത്തിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ നേരത്തെ വെച്ച നിബന്ധനകളിൽ നിന്ന് പിന്മാറി എന്നുള്ള കാര്യം ഗൾഫിലെ അംബാസഡർമാരെ ഞങ്ങൾ അറിയിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? You may wish to discuss the special requirements of Kerala government directly with concerned airlines for their cooperation. We shall share your approach with our ambassadors in the Gulf. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്മാറിയ കാര്യം അംബാസഡർമാരെ അറിയിക്കാം. അത് അഭിനന്ദനമാണെന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കുന്നതിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയേണ്ടത്. ഈ ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ചും PPE കിറ്റ് ധരിക്കുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞതിന് മറുപടിയായിട്ട് 24-ന് എഴുതിയ കത്ത്, ആദ്യത്തെ കത്ത് ഞാൻ കാണിച്ചത് 24-ാം തീയതിയാണ്. 24-ാം തീയതി എഴുതിയ കത്ത് പൂഴ്ത്തി വെച്ചുകൊണ്ട് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പുതിയ പ്രായോഗിക നിർദ്ദേശങ്ങൾ അതിപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഫേസ് മാസ്ക് വെക്കുകയാണ്. വിമാനയാത്രകളിൽ ധാരാളം ആളുകൾ ഫേസ് ഷീൽഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രായോഗിക നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ നൽകിയ മറുപടി, അതിന് നൽകിയ മറുപടി പുറത്തുവിടുന്നു. 24-ന്റെ കത്ത് പൂഴ്ത്തി വെക്കുന്നു, 25-ന്റെ കത്ത് പുറത്തുവിടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, UN വെബിനാറിൽ പങ്കെടുത്തതിന് പോലും PR വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കേരളം. ഇങ്ങനെയുള്ള വെബിനാറുകളിൽ ഈ ധാരാളം നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മിനിയാന്ന് പാലസ്തീനെ സംബന്ധിച്ചിട്ടുള്ളതിൽ പങ്കെടുത്തു. ഇന്ന് വാഴ്സ കരാറിനെ സംബന്ധിച്ച് മറ്റൊന്നിൽ പങ്കെടുക്കുകയാണ്. ഇതിനൊക്കെ ഫ്ലെക്സ് വെക്കാനും ഇതിനൊക്കെ PR വർക്ക് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ PR വർക്ക് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കത്തിടപാടുകൾ നടത്തും. ആ കത്തിടപാടുകളിൽ ഔപചാരികമായിട്ടുള്ള മര്യാദകൾ പാലിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കത്ത് കിട്ടി, വി കോംപ്ലിമെന്റ് യു ഫോർ ദി പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കോവിഡ് പരിശോധന നടത്തുന്നതോ കോവിഡിന്റെ കാര്യത്തിൽ എടുക്കുന്ന സമീപനം ഒന്നുമല്ല. നിങ്ങൾ പ്രായോഗിക സമീപനം, നേരത്തെ എടുത്തിരുന്ന അപ്രായോഗിക സമീപനം മാറ്റി പ്രായോഗിക സമീപനത്തിലേക്ക് നിങ്ങൾ വന്നതിൽ സന്തോഷം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഇത് പറയുന്നതിന് പോലും കത്ത് പുറത്തു വിട്ട് PR വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിന് അല്പത്തരം എന്നല്ലാതെ എന്താ പറയുക? കാരണം നമ്മളൊരു വലിയ യുദ്ധം നേരിട്ട് വരികയാണ്. ആ യുദ്ധം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ജയിച്ചതിന്റെ പേരിൽ മെനി നടിക്കാം, അതിനുശേഷം യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് PR വർക്ക് നടത്താം. പക്ഷെ ഈ യുദ്ധത്തിനിടയിൽ ഇതുപോലുള്ള ഈ അല്പത്തരം കാണിക്കുന്നത് മലയാളികളെ മുഴുവൻ പരിഹാസ്യരാക്കല്ലേ. കേരളീയർ എന്ന് പറയുന്നത് വളരെ സാക്ഷരതയുള്ള ആൾക്കാരാണ്. ആ സാക്ഷരതയുള്ള ആൾക്കാരുടെ മുന്നിൽ കോംപ്ലിമെന്റ് എന്നുള്ള വാക്കെടുത്ത് വെച്ചിട്ട് ആ ഒരു വാക്കിന്റെ പേരിൽ ഒരു വലിയ PR എക്സസൈസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അല്പത്തരം എന്നല്ലാതെ വേറെ എന്ത് പേര് വെച്ച് വിശേഷിപ്പിക്കും? അങ്ങനെ മലയാളികളെ പരിഹാസ്യരാക്കാൻ ശ്രമിക്കരുത്. കേന്ദ്ര സർക്കാർ ഇനിയും കത്തുകൾ എഴുതും. കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രമല്ല കത്തുകൾ എഴുതുന്നത്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങൾക്കും എഴുതിയിട്ടുള്ള കത്തുകൾ, ആ കത്തുകളുടെ വിവരങ്ങൾ, ആ കത്തുകളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏപ്രിൽ മാസം 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച്, ആ ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒറീസയെയും കേരളത്തെയും അഭിനന്ദിച്ചു. ഏപ്രിൽ 12 മുതൽ 18 വരെ. കാരണം ഡബിളിംഗ് റേറ്റ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒറീസക്കാരെങ്കിലും ഈ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുന്നത്, പബ്ലിസിറ്റി നടത്തുന്നത് നിങ്ങളെല്ലാവരും ഡൽഹിയിലുള്ള ആൾക്കാരല്ലേ? നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? തെലങ്കാനയെ കുറിച്ച് എഴുതി, സെൻട്രൽ ടീം അപ്രീഷിയേറ്റ് സ്റ്റേറ്റ്സ് എഫേർട്ട് ടു കണ്ടെയ്ൻ കോവിഡ്. ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയാണ്. തെലങ്കാനയെ കുറിച്ച് ഏപ്രിൽ മാസം 25-ാം തീയതി ഇന്റർ മിനിസ്റ്റീരിയൽ ടീം Inter-ministerial central team which arrived in the state on Saturday on a 3-day tour has appreciated the initiative taken by the state government to contain coronavirus. Haryana appreciate edu. Center appreciates Haryana over timely disposal of public grievances related to COVID. മാർച്ച് 30-ാം തീയതി മുതൽ മെയ് 6 വരെയുള്ള കാലയളവിലുള്ള വിവിധ പരാതികൾ.
പക്ഷേ ഇവരാരും ഇത് PR വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ PR വർക്കല്ല ഇപ്പോ പ്രധാനം. ഈ PR വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പണം നമുക്ക് ക്വാറന്റൈൻ സെന്ററുകൾ ഉണ്ടാക്കുക, നമുക്ക് ടെസ്റ്റിംഗ് വർദ്ധിപ്പിക്കുക, ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ PR-ലൂടെ ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ 6 വിഷയങ്ങൾ, ഈ 6 വിഷയങ്ങളിൽ ഒരു കാര്യത്തിന് പോലും മറുപടിയില്ല. എന്താ പറഞ്ഞേ? ഒന്ന്, മറ്റ് രാജ്യങ്ങളിലെ ആരോഗ്യ പ്രോട്ടോക്കോളിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല. ട്രൂനാറ്റ് പരിശോധന പ്രായോഗികമല്ല. 3, നമ്മൾ സ്വയം പരിശോധന നടത്താതിരിക്കുകയും മറ്റുള്ളവരോട് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം ഞാൻ ഇന്നലെ പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്ന സൂപ്പർ സ്പ്രെഡ് എന്ന അടിസ്ഥാനരഹിതവും പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമായിട്ടുള്ള പ്രയോഗം നമുക്കറിയാം. പ്രവാസികൾ രോഗവാഹകരാണെന്നാണ് കേരളത്തിലെ ചില മന്ത്രിമാർ നേരത്തെ പറഞ്ഞത്. അതിനെ ഒരു പടി കൂടി കടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ വെറും രോഗവാഹകരല്ല, അവർ സൂപ്പർ സ്പ്രെഡുകാരാണ് എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ തീവ്രഗതിയിലുള്ള രോഗവ്യാപനം നടത്തിക്കുന്ന ആളുകളാണ് പ്രവാസികൾ. കാരണം ആഭ്യന്തര വിമാനങ്ങൾ വരുന്ന ആൾക്കാർക്ക് അതൊന്നും ബാധിക്കില്ല, പ്രവാസികളെ മാത്രം ഇത് ബാധിക്കും എന്ന് പറയുമ്പോൾ പ്രവാസികളെ മാത്രമായിട്ടാണല്ലോ സൂപ്പർ സ്പ്രെഡുകാരായിട്ട് പറയുന്നത്. അപ്പോ ഇങ്ങനെ പറയുന്നതിലെ തെറ്റ്, ശരിയല്ലായ്മ ഞാൻ ഇന്നലെ പറഞ്ഞു. മാത്രമല്ല, വിവാഹ പാർട്ടികളെ കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിലുള്ള അശാസ്ത്രീയത ഇന്നലെ സൂചിപ്പിച്ചു. കോവിഡ് രോഗികൾക്കായിട്ടുള്ള പ്രത്യേക വിമാന സർവീസിന്റെ കാര്യം പറഞ്ഞു. ഈ 6 വിഷയങ്ങളിൽ ഒരു വിഷയത്തിൽ പോലും മറുപടിയില്ല. മുരളീധരന് വ്യക്തതയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമെന്ന് മറ്റൊരു ഉപദേശവും. എങ്ങനെയുണ്ട്? മുരളീധരൻ കേന്ദ്ര സർക്കാരിൽ വിദേശകാര്യമന്ത്രിയാണ്. അത് പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇത്രയും കാലം മനസ്സിലായില്ലെങ്കിൽ. അതുകൊണ്ട് വിദേശകാര്യ വകുപ്പിൽ നടക്കുന്നതും കേന്ദ്ര സർക്കാരിൽ നടക്കുന്ന കാര്യങ്ങളും എനിക്കും അറിയാം, മനസ്സിലാവും. വിനയപൂർവ്വം ഞാൻ പറയാം. എല്ലാം അറിയാമെന്ന് അവിടുന്ന് ചില ആൾക്കാർ പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കും കുറെയൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോൾ. കാരണം കേരളത്തിൽ ടെസ്റ്റിങ്ങിന്റെ അപര്യാപ്തതയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഴ്ച ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വയം സമ്മതിക്കാൻ ജാള്യതയുണ്ടെങ്കിലും പിന്നീട് ഈ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുന്നു. തുടക്കത്തിൽ നടന്നിരുന്നത് 400-500 ടെസ്റ്റുകളാണ് ഒരു ദിവസം. പിന്നെ അത് കഷ്ടിച്ച് 1000 മുതൽ 4000 വരെയായി. ഇന്നലെയും ഞാൻ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ ഇന്നലെ പറഞ്ഞത് അതൊക്കെ കാതലായിട്ടുള്ള വിമർശനമൊന്നുമല്ല. പക്ഷെ ഇന്നലെ പറഞ്ഞു 15000 വർദ്ധിപ്പിക്കും ടെസ്റ്റ്. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, ദേശീയ തലത്തിൽ ടെസ്റ്റിംഗിന്റെ ആവറേജ് 25-ാം തീയതിത്തെ കണക്ക്, ഇന്നലത്തെ കണക്കിൽ ടെസ്റ്റിംഗിൽ കേരളം നിൽക്കുന്നത് 28-ാം സ്ഥാനത്താണ്. കാരണം കേരളത്തില് 1,00,000-ന് 372 പേരെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ദേശീയ ശരാശരി 553. 1,00,000-ന് 553. ദേശീയ ശരാശരിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്ന 27 സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ പിന്നിൽ നിൽക്കുന്ന 6-7 സംസ്ഥാനങ്ങളുണ്ട്. ലക്ഷദ്വീപ്, ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന, മേഘാലയ, ഇങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ. ഇവരാണ് നമ്മളെക്കാൾ പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഈ മുന്നിൽ നിൽക്കുന്ന 27 സംസ്ഥാനക്കാര് അവരാരും ഈ ടെസ്റ്റിങ്ങിലെ ഞങ്ങൾക്ക് ടെസ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാറില്ല. അപ്പൊ ഞാനതുകൊണ്ട് ഈ പ്രതിദിനമുള്ള ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കണം. ഇന്നലെ പറഞ്ഞു ജൂലൈയിൽ ടെസ്റ്റിംഗ് 15,000 ആക്കും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഓഗസ്റ്റിൽ വ്യാപനം കൂടും. നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമമൊന്നുമില്ല. കാരണം ജൂലൈ കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഓഗസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യാപനം കൂടിയതായിട്ട് എല്ലാം മനസ്സിലാവും. ടെസ്റ്റ് നടത്താത്തത് കൊണ്ടാണ് അത് മനസ്സിലാത്തത്. അതായത് ഞാൻ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ടെസ്റ്റ് നടത്തണം. എന്തുകൊണ്ടാണ് ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ എല്ലാവരെയും ഈ ടെസ്റ്റ് നടത്താതിരുന്നു കഴിഞ്ഞാൽ ഈ ചക്ക വീണ് കൊറോണ ബാധിച്ചു മരിക്കുന്നത് പോലെ സംഭവങ്ങൾ ഉണ്ടാവും. ചക്ക വീണ് ആശുപത്രിയിലാവുന്ന ആൾ കൊറോണ ബാധിച്ചു മരിക്കുന്നു.
ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ എവിടെയും സംഭവിക്കുന്നില്ല. അത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ടെസ്റ്റ് നടത്തണം. അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ PR-ന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ശ്രമം ക്വാറന്റീൻ സെന്ററുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കണം, ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ICMR-ന്റെയും WHO-യുടെയും മാർഗനിർദ്ദേശങ്ങൾ, ആ മാർഗനിർദ്ദേശം കൂടുതൽ ടെസ്റ്റുകൾ നടത്തണം എന്നുള്ളതാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതുകൊണ്ട് ഒരു ശാസ്ത്രീയ സമീപനത്തിലൂടെയാണ് കോവിഡിനെ പ്രതിരോധിക്കേണ്ടത്, PR വർക്കിലൂടെയല്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ കേരള സർക്കാർ ശ്രദ്ധിക്കണം. നടത്തുമോ അതിലെ ഒരു വരി എടുത്തിട്ട് അതിലെ ഒരു കത്തെടുത്തിട്ട് പ്രസിദ്ധീകരണത്തിന് കൊടുത്ത് കേരള സർക്കാരിനെ വിദേശ മന്ത്രാലയം അഭിനന്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള PR വർക്ക് ഇനിയെങ്കിലും ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. മലയാളികളെ പരിഹാസ്യരാക്കാനുള്ള ശ്രമങ്ങൾക്ക് അവസാനിപ്പിക്കുക. അതെ, ആൾക്കാർ പുറത്തുവിട്ടു. 24-ാം തീയതി ടെസ്റ്റുകളെ സംബന്ധിച്ചും PPE കിറ്റുകളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞ കത്തിന് മറുപടിയായിട്ട് അയച്ച മറുപടി, ആ മറുപടിയിലാണ് പറഞ്ഞത് കേരളത്തിന് മാത്രമായിട്ട് പ്രത്യേക മാനദണ്ഡം ഇത് പ്രായോഗികമല്ല. അത് പൂഴ്ത്തിവെച്ചു. എന്നിട്ട് രണ്ടാമത് അതിന് മറുപടിയായിട്ട് പറഞ്ഞു ഞങ്ങൾ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ചു വന്നോട്ടെ, അത് ധരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ പറഞ്ഞു നല്ല കാര്യമാണത് ധരിക്കുന്നത്, പക്ഷെ അത് വിമാന കമ്പനിയായിട്ട് നിങ്ങൾ സംസാരിക്കും. അത് 25-ന് ഇന്നലെ ആ കത്താണ് നിങ്ങൾക്കിപ്പോ വിദേശ മന്ത്രാലയം അഭിനന്ദിച്ചു എന്ന് പറയുന്നത്. ആ അഭിനന്ദനവും കോംപ്ലിമെന്റ് എന്നുള്ള വാക്ക്, ആ വാക്കിനെയാണ് അഭിനന്ദനമാക്കിയിരിക്കുന്നത്. ആ അത് 25-ന് പറഞ്ഞതാ. ആ അതായത് നിങ്ങളുടെ പുതിയ സമീപനം ഞങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യം പറഞ്ഞത് അംബാസിഡർമാർക്ക് നേരിട്ട് ഇളങ്കോവൻ എഴുതിയ കത്തിൽ അംബാസിഡർമാർക്ക് നേരിട്ട് എഴുതിയിരിക്കുക. ഏത് അംബാസിഡർമാർക്ക് നേരിട്ട് എഴുതിയത് 25-ാം തീയതിക്ക് ശേഷം ഓൾ ഫ്ലൈറ്റ്സ് ഡിപ്പാർട്ടിംഗ് ടു കേരള ഫ്രം 25th June onwards should comply with the testing condition and bring all COVID negative and positive cases separately as per protocol stated earlier. ഈ കത്ത് അയച്ചതുകൊണ്ട് അംബാസിഡർമാർ ആശങ്കയിലാണ്. അതുകൊണ്ട് വിദേശകാര്യ വകുപ്പിലെ സെക്രട്ടറി പറഞ്ഞു ആ നിലപാടിൽ നിന്നും പിന്മാറി കേരള ഗവൺമെന്റ്. പുതിയ നിലപാട് അംബാസഡർമാരെ ഞങ്ങൾ അറിയിച്ചോളാം. അതുകൊണ്ട് നിങ്ങൾക്ക് VVM ഫ്ലൈറ്റുകളിൽ ആളുകളെ ബുക്കിംഗ് തുടരാം. ഇതാണ് പറയുന്നത്. അല്ലാതെ കേരള ഗവൺമെന്റിന്റെ അഭിനന്ദനം അറിയിക്കാന്നല്ല. അർത്ഥം മനസ്സിലാക്കാത്തത്. അതെ, അല്ലല്ല, അതായത് കോംപ്ലിമെന്റ് എന്തിനാ? ഫോർ യുവർ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ നടത്തിയ അപ്രായോഗിക സമീപനം മാറ്റി പ്രായോഗിക സമീപനത്തിലേക്ക് വന്നത് കോംപ്ലിമെന്റ്. ഇംഗ്ലീഷ് വായിക്കുമ്പോ ആ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെങ്കിലും PR ടീമിൽ വെക്കണം. ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ അറിയാത്ത ആൾക്കാരെ PR വെച്ചുള്ള ബന്ധമാണ് ഇതൊക്കെ. ആ കത്ത് പുറത്തു വിട്ടിട്ടില്ല. ആ കത്തിന് മറുപടി അയച്ചപ്പോ ഞങ്ങളത് പിൻവലിച്ചു. പകരം ഇങ്ങനെ ആയാൽ കൊള്ളാമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എപ്പോഴെങ്കിലും മണ്ടത്തരം സംബന്ധിച്ച് പ്രായോഗിക തലത്തിലേക്ക് വന്നതിൽ നിങ്ങൾ ഞങ്ങൾ എനിക്കൊന്നും പറഞ്ഞാൽ അത് മണ്ടത്തരം സംബന്ധിച്ചതിനാണ് അഭിനന്ദിച്ചത്. അപ്പൊ അത് അല്ലെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കുറച്ച് ആൾക്കാരെ ആകെ ഫേസ് ഷീൽഡും മാസ്കും വെക്കണം എന്നുള്ളത് ചാർട്ടേഡ് ഫ്ലൈറ്റുകാർക്ക് വേണ്ടിയിട്ട് വിമാന കമ്പനികൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പൈസയും കൂടി പ്രവാസിയുടെ കയ്യിൽ നിന്ന് വാങ്ങും. അത്രേ ഉള്ളൂ. അത് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്ന എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കും.